പ്രകോപനം തുടരുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. 4 എയർ ബേസുകൾ ഇന്ത്യ ആക്രമിച്ചു. 2 പാക് ആയുധപ്പുരകളും ആക്രമിച്ച് തകർത്തു. 2 പാക് റഡാർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ കുപ്രചാരണങ്ങൾ തള്ളുകയാണ് പ്രതിരോധ മന്ത്രാലയം. സിർസ, സുരാത്ഗഡ് എയർ ബേസുകൾ തകർത്തെന്ന വാർത്ത വ്യാജമെന്ന് കേണൽ സോഫിയ ഖുറേഷി. भारतीय सशस्त्र बलों ने त्वरित व सुनियोजित जवाबी हमले किए. टेक्निकल इंस्टॉलेशन, कमांड एंड कंट्रोल सेंटर्स, रडार साइट्स और हथियार भंडार को चुनकर निशाना बनाया गया. रफीकी, मुरीद, चकलाला, रहमियार खान, सुकूर और चुनिया स्थित पाकिस्तानी ठिकानों पर एयर लॉन्च सटीक हथियारों व लड़ाकू जेट से प्रहार किए गए. വിശകലനങ്ങളുമായി മാധ്യമപ്രവർത്തകൻ TJ ശ്രീലാലാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ TJ ശ്രീലാൽ, ഇന്ത്യയുടെ നിർണായകമായ നീക്കങ്ങളാണ് പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർ ബേസുകൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ആയുധപ്പുരകളിലും ഇന്ത്യ നാശം വിതച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാർക്കുൾപ്പെടെ ജീവഹാനി വരാവുന്ന തരത്തിലുള്ള പാകിസ്ഥാന്റെ നീക്കം, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായാൽ അവിടുത്തെ സിവിലിയൻസിന് ഉൾപ്പെടെ ജീവഹാനി വരേണ്ടതാണ്. അതുൾപ്പെടെ തടയാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ സൈന്യത്തെ ഡിമോറലൈസ് ചെയ്യുക, ഒപ്പം തന്നെ അവരുടെ സൈന്യത്തിൻ്റെ ശേഷി തകർക്കുക എന്നതിലൂടെ തന്നെ ഈ ആക്രമണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ലേ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? തീർച്ചയായും. അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ സിവിലിയൻ കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യം വയ്ക്കുമ്പോൾ, അതായത് നമ്മുടെ അതിർത്തിയിലെ അമ്പലങ്ങൾ, അതിർത്തിയിലെ പള്ളികൾ, അതിർത്തിയിലെ കോൺവെന്റ് സ്കൂളുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുമ്പോൾ, ഇന്ത്യ ആകട്ടെ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കാതെ പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരാതിയുമായി ചെല്ലാനുള്ള ഒരു പഴുത് പോലും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തുന്നത്. അത്തരത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയതുപോലുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ഇന്ത്യ നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു ദൃശ്യങ്ങളുമായി പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ മുഴുവൻ മുന്നിൽ പോയി കരഞ്ഞപേക്ഷിച്ചാണ് ഇന്ത്യ അവരുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു, ഇന്ത്യ ഒരു മര്യാദ വിട്ട രീതിയിലുള്ള ആക്രമണം നടത്തുന്നുള്ള ഒരു പരാതിയുമായി ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് പാകിസ്ഥാൻ പോകുമായിരുന്നു. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. കൃത്യമായി പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ, പാകിസ്ഥാന്റെ ഈ പറയുന്ന ആയുധ ശേഖര ഡിപ്പോകൾ, ഒപ്പം തന്നെ പാകിസ്ഥാൻ മറ്റ് തലത്തിൽ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ കരുതി വച്ചിരിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിൽ മാത്രമാണ് ഈ ആക്രമണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതുവരെയും ഇപ്പോൾ നമ്മൾ ബാക്കി ലോകത്തെ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമെടുത്താലും, ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധമെടുത്താൽ അവിടെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ചില രാജ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പലസ്തീനെ പിന്തുണയ്ക്കാനും ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കാനും വലിയ തോതിൽ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും റഷ്യയെ വിമർശിക്കാനുള്ള വലിയ തോതിൽ റഷ്യയെ വിമർശിക്കുന്ന രാജ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും റഷ്യയ്ക്ക് അനുകൂലമായ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഈ പറയുന്ന യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇന്ത്യയെ കുറ്റം പറയുന്ന ഒരു രാജ്യം പോലും ലോകത്ത് നമ്മൾ കാണാൻ സാധിക്കില്ല. ഈ സംഘർഷം അവസാനിപ്പിക്കണം, അതൊരു പൊതുവായ ആവശ്യം, ഇന്ത്യയുടെയും ആവശ്യം അത് തന്നെയാണ്. സംഘർഷം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ പാകിസ്ഥാൻ അതിന് നടപടിയെടുക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. അതോടൊപ്പം ഈ സംഘർഷം ലഘൂകരിക്കണം, സംഘർഷം അവസാനിപ്പിക്കണം, ഡി എസ്കലേഷനിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതല്ലാതെ ഇന്ത്യ ചെയ്ത് തെറ്റാണ്, ഇന്ത്യ ഇത് ചെയ്യാൻ പാടില്ല, ഇന്ത്യ ഇനി ഈ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ ഒരു ലോകരാജ്യം പോലും ഇല്ല എന്നതാണ്. ചെറിയ രാജ്യം പോലും, പാകിസ്ഥാന്റെ സൗഹൃദ രാജ്യം പോലും അത്തരത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന സംഘർഷത്തിൽ, ഈ പറയുന്ന യുദ്ധസമാനമായ നടപടികളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അത് വെറുതെ ഉണ്ടായ ഒരു കാര്യമല്ല, നമ്മുടെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകളുടെ വിജയം തന്നെയാണ്. ആ വിജയത്തിന്റെ 100% ശ്രേയസ്സും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് അവകാശപ്പെട്ടതുമാണ്. എസ് ജയശങ്കർ സംസാരിക്കാത്ത ഒരു ലോകരാജ്യം പോലും ഇല്ല എന്നുള്ളതാണ് ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വരാന്തകളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നത്, അത് അവിടെ സ്ഥിരമായി റിപ്പോർട്ടിങ്ങിന് പോകുന്ന സുഹൃത്തുക്കൾ പറയുന്നത്, ജയശങ്കർ സംസാരിക്കാത്ത ഒരു വിദേശ രാജ്യ പ്രതിനിധി പോലും ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ ഒരു ലോകരാജ്യം പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത്ര ചെറുതും വലുതുമായ മുഴുവൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും ഒരുപക്ഷെ രാജ്യ തലവന്മാരുമായി തന്നെ എസ് ജയശങ്കർ നേരിട്ട് ഇതിനോടൊപ്പം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം കൂടിയാണ് ഇന്നിപ്പോൾ ഇന്ത്യ നടത്തുന്ന നടപടികൾക്ക് ലോകത്ത് ലഭിക്കുന്ന അംഗീകാരം. ആ അംഗീകാരത്തിന് ഒരു പോറൽ പോയി ഏൽപ്പിക്കാത്ത രീതിയിലുള്ള നടപടികളാണ് സൈന്യത്തിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉള്ള ഒരു കൃത്യതയാർന്ന ഏകോപനത്തോടെയുള്ള സൈനിക ഏകോപനം മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്നത്, വിദേശകാര്യ തലത്തിലുള്ള ഏകോപനം. അതാണ് ഈ രണ്ട് സൈന്യത്തിനൊപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ എത്തുന്നത്. അവർക്ക് പറയാനുള്ള കൃത്യമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത്, അതിന്
അതിന് നമുക്കെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തി എണ്ണം പറഞ്ഞ് അതിനെ നിഷേധിക്കുക, അതിന് തെളിവുകൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഘർഷമോ ഒരു യുദ്ധമോ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിലും ഇന്ത്യ വലിയ വിജയം നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. അത് തീർച്ചയായും ഇന്ത്യയുടെ ഈ ഏകോപനത്തിന്റെയും ഇന്ത്യ കൃത്യതയാർന്ന രീതിയിലുള്ള നടപടികളുടെയും ഒരു ഗുണം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് തന്നെയാണ് നമ്മൾ കാണുന്നതും, അത് തന്നെയാണ് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്നത്. അവരുടെ ആഭ്യന്തര പ്രതിസന്ധി ഒരു ഭാഗത്ത്, അവരുടെ സൈന്യത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി മറുഭാഗത്ത്, അവരുടെ സാമ്പത്തിക പ്രതിസന്ധി വേറൊരു ഭാഗത്ത്, അവർക്ക് മറ്റതിർത്തികൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഒരു ഭാഗത്ത്, ഇതെല്ലാം ഉള്ളപ്പോഴും ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് രാജ്യാന്തര തലത്തിൽ അനക്കാൻ സാധിക്കാതെ അവർ പകച്ചു നിൽക്കുന്നതിനുള്ള കാരണവും ഇന്ത്യയുടെ ഈ കോർഡിനേറ്റഡ് എഫേർട്ട് തന്നെയാണ്. ഓക്കെ, ടി ജെ ശ്രീലാൽ തുടരുക.